മച്ചന്മാരെ നമ്മളൊരു ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ അത് വീഡിയോയിൽ പകർത്താൻ എടുക്കാൻ തോന്നി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ക്യാമറ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഒരു യാത്രയൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു പോരായ്മയൊക്കെ ഇതിനുണ്ടാവും കേട്ടോ. എല്ലാം പോകെ എല്ലാം റെഡിയാക്കാം, എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. നമുക്ക് കുറേ യാത്രകൾ, ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്യണം. പിന്നെ ഞങ്ങളെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറഞ്ഞല്ലേ. എൻ്റെ പേര് ജിജോ എന്നാണ്. എൻ്റെ കൂടെയുള്ള എൻ്റെ വൈഫാണ് ജസ്ന, അവളാണ് ക്യാമറ പിടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടൊന്നുമില്ലാണ്ട് ഇറങ്ങിയതാണ്. ഇന്ന് സൗത്ത് ഇന്ത്യയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണമെന്നുണ്ട്. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഫുള്ളായിട്ട് ഒറ്റ സ്റ്റെപ്പിന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒന്ന് സൗത്ത് ഇന്ത്യയൊക്കെ ഒന്ന് കറങ്ങാൻ വിചാരിച്ചിറങ്ങിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാട്ടിക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ക്യാമറ ഒക്കെ എടുത്ത് അല്ലേ. എങ്ങനെയൊക്കെ ഇട്ടായിരിക്കും. ആനകൾ കഴിച്ചു. അവർ പുല്ല് തിന്നാൻ വേണ്ടി വന്നതാണ്. അവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് അവരിങ്ങനെ എന്തൊക്കെയോ ഇലകളെ പൊടിച്ച് കഴിക്കുന്നുണ്ട്. എന്തായാലും ക്യാമറ എടുത്തത് വെറുതെ ആയില്ല. അവന്മാരെന്തായാലും മുമ്പ് പെട്ടെന്ന് നന്നായി. അവന്മാർ റോഡിൽ ഒറ്റയ്ക്കൊറ്റ ആവണമായിരുന്നു. നമ്മൾ ശരിയാക്കും അവന്മാർ. തലയാട്ടിയിരുന്ന കാര്യമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ അവന്മാർ ഓടിച്ച് വരും. ഒരാന മുട്ടി ടുറ്റു എന്ന് പറഞ്ഞ് പോയാൽ മതി. ആ ചെറുത് തന്നെ ഉണ്ടാവും, എന്നെ എടുത്തിട്ട് ഓട്ടിക്കും. കാണലൊന്നുമില്ല. മച്ചന്മാർ അങ്ങനെ നമ്മൾ പിന്നെ ഗുണ്ടൽപേട്ട എത്താനായിട്ടുണ്ട്. മുത്തങ്ങ കഴിഞ്ഞ് ഗുണ്ടൽപേട്ട എത്താനായിട്ടുണ്ട്. നമ്മൾ ഗുണ്ടൽപേട്ട കയറിയപ്പോൾ തന്നെ കൃഷിഭൂമികളും പരന്ന് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓണക്കാലത്ത് അങ്ങനത്തെ സീസണിലൊക്കെ വരികയാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. സൂര്യകാന്തിയും ജമന്തിയും ചെണ്ടുമല്ലിയൊക്കെ ആയിട്ട് ഒരുപാട് സാധനം. വാടാറുണ്ട് എല്ലാ സാധനം. നമ്മൾ ഇന്നാൾ വന്നില്ലേ, ഇഷ്ടം പോലെ സംഭവങ്ങൾ നിൽക്കുന്നതാണ്. ഇതെല്ലാം വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ല എല്ലായിടത്തും അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊക്കെ പൂക്കളൊക്കെ ഉണ്ട്, ചെറുതായിട്ട്. എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ. ഫുള്ള് കൃഷിയാണ് അവിടെ. അത് കരിഞ്ഞാന്ന് തോന്നുന്നു. പച്ചക്കറി, ചോളമാണത്, ചോളം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പോഴും കൃഷികളൊക്കെ നടക്കുന്നുണ്ട്. ഹലോ മച്ചന്മാരെ, നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, കൂടെ കൂടണം. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഗുണ്ടൽപേട്ടാണ്. നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഇൻട്രോ ആയതുകൊണ്ട് കുറേ നേരം എടുക്കേണ്ടി വന്നു, എന്നിട്ട് ശരിയായില്ല. ഇനി പുക എല്ലാം റെഡിയാവും. ഇവിടെ എന്താ നിറച്ച് പുകയൊക്കെ വരുന്നത്. ഇവിടെ വേസ്റ്റ് കത്തിക്കുന്ന വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലമുണ്ട് കേസ്. അതാണ് അങ്ങനെ പുകയൊക്കെ വരുന്നത്. മഞ്ഞെന്നാണ് ആദ്യം കേസ്. പിന്നെ അടുത്തേക്ക് ഇപ്പോൾ ഭയങ്കര മണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ, യാത്രയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അന്തമില്ലാതെ കിടക്കുന്ന റോഡാണ് കേസ്. അന്തല്ലാത്തോളം കൊണ്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തുടങ്ങിയതാണ് അന്തല്ലാത്തൊരു കളി കളിക്കുന്നത്. എന്താ ചെയ്യുക, അവർക്കിപ്പോൾ വിശക്കുകയാണ്. ഞാൻ ഏത് ഭാഷയിൽ ഇവരോട് പറഞ്ഞിട്ട് ചോറും കറിയും ഭയങ്കര ഞാൻ പറഞ്ഞോളാം. ചെങ്ങായി എനിക്കൊന്നും മേടിച്ചിരുന്നില്ല. ഇതിന്റെ കൂടെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഒന്നും വേണ്ട, വണ്ടിയിൽ അങ്ങനെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഗൈസ്. കൂടെ കൂട്ടിയത് അങ്ങനെയാണ്. ഇപ്പൊ പറയാ മര്യാദയ്ക്ക് വന്നുകൊണ്ട് കാല് പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. അതൊക്കെ
അതേമാതിരി അങ്ങനെ നമ്മളൊരു പോക്കറ്റ് റോഡ് കയറിയിട്ടുണ്ട്. പോക്കറ്റ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം വീതിയുള്ള നല്ലൊരു റോഡ് തന്നെയാണ്. അതിൽ പോയിട്ട് ഇവരുടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാൻ വിചാരിച്ചിട്ട് കയറിയതാണ്. ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൈസൂർക്ക് വഴി ഉണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്, ഗൂഗിൾ മാപ്പ് കാണിച്ചത്. നേരെ വെച്ച് പിടിച്ചു ഞങ്ങളതിലെ. നമുക്ക് ആകാശമൊക്കെ നല്ല നീല കളറായിട്ട് എന്ത് ഭംഗിയാണല്ലേ. ഇവരുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളിയല്ലേ, അടിപൊളി. നിങ്ങൾക്ക് പോയി നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പോയി നോക്കാം. ക്യാമറമാൻ്റെ കഴിവ് അത്, ക്യാമറമാൻ്റെ കഴിവ് വീഡിയോയിൽ കാണണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കാണുന്നുണ്ട്, ഞാൻ കാണുന്നില്ല, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ ഞാൻ കാണുന്നിട്ടുണ്ട്. എല്ലാം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നീട് കാണാമല്ലേ, വീഡിയോ ആയി വരുമ്പോൾ കാണാം എന്തൊക്കെയാവോ എന്തോ. ക്യാമറമാൻ അങ്ങനെയൊക്കെ പറയുന്നു. എന്തായാലും പോയി നോക്കാം. ഈ ക്യാമറമാൻ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ക്യാമറമാൻ പക്ഷേ വേറെ ആരെങ്കിലും പിടിച്ച് കഴിയുമ്പോൾ പൈസ കൊടുക്കണ്ടേ, അതുകൊണ്ട് ക്യാമറമാൻ മാറ്റാൻ പറ്റൂല. ഈ ക്യാമറമാനെ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ആക്കാൻ തന്നെ പറ്റുള്ളൂ. നോക്കാം ഗൈസ്, നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് നോക്കാം. നമുക്ക് ഇവിടെ പിരിച്ചുവിടുന്ന വേണ്ടി നമുക്ക് തീരുമാനമാക്കണമുണ്ട്. ആവോ, തീരുമാനമാക്കണം. നമുക്ക് എന്ത് ഭംഗിയല്ല സ്ഥലമൊക്കെ കാണാൻ വേണ്ടി. ക്യാമറ എടുത്തതിൻ്റെ കഴിവാണ്. ആകാശം വരെ കാണാം. ആകാശം എനിക്ക് കാണാമല്ലോ, ഇതിൻ്റെ മുമ്പിലെ ചില്ലിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് കാണാമല്ലോ. എന്താ റോഡ് പെട്ടെന്ന് ചെറുതായി അവിടെ അതാ കൃഷിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ചെറിയ വഴിയാണ്, അങ്ങനെ പോയി നോക്കാം. മുമ്പോട്ട് പോയി നോക്കാം. ഗൂഗിൾ മാപ്പ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, മുമ്പോട്ട് പോയിക്കോളൂ, നിങ്ങൾ മുമ്പോട്ട് പോയിക്കോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമല്ലേ, സ്ഥലമാണ്. എല്ലാവരും നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ടോ, 4 കോടി കാവല. എങ്ങോട്ടെങ്കിലൊക്കെ പോവാം, നമുക്കങ്ങനെ ലക്ഷ്യങ്ങളൊന്നുമില്ല. വണ്ടിൻ്റെ അങ്ങനെ കിടക്കുന്ന പാർക്ക് വെച്ചിരുന്നത് ഞാൻ വിചാരിച്ചു സൈഡിലേക്ക് പോയതാണ്. അല്ല ഗൈസ്, നീ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കാളയും കൊണ്ട് പോകുന്നത്? കാള കൊണ്ടിട്ട് നമ്മളെ നാട്ടിലൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ, ഞാൻ കാണാറൊന്നുമില്ല. റോഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക, ഇവിടെ വലിയൊരു കുഴി, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്ര ഒരു ധൈര്യം പോരാ ഇവിടെ ഇറക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ അറിയാത്ത നാടല്ലേ, അതിൻ്റെ നടുക്കൊറ്റ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് അത് വേണ്ട വെച്ചു, ശ്രമം ഉപേക്ഷിച്ച് തിരിച്ചു പോവാണ്. വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. ഇടയ്ക്ക് നിറയ്ക്ക് ഇങ്ങനെ വരുന്ന ബൈക്കുകളും ചെറിയ ചെറിയ വണ്ടികളും മാത്രം, വലിയ വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, റോഡ് ഫുള്ളായിട്ടില്ല. ഉണ്ട്, അതിൽക്കൂടെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതിൽ എനിക്ക് ഇറക്കാനൊരു പേടി കൊണ്ട് ഞാൻ പിന്നെ ഇറക്കില്ലായിരുന്നു. ആരും സഹായിക്കലൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഗ്രാമങ്ങളാണെങ്കിൽ പോലും ഇതേപോലെ അമ്പുകളൊക്കെ അവർ അതിനാണെന്ന് അറിയില്ല. പിന്നെ ആരും അങ്ങനെ വലിയ സ്പീഡിലൊന്നും പോകുന്നതും കാണുന്നില്ല. കണ്ട പ്രത്യേകം എന്താ വെച്ചാൽ ഒറ്റ ഒരെണ്ണത്തിന് ഹെൽമെറ്റ് ഇല്ല. ഹൈവേ കയറാൻ പോകാം കേട്ടോ, ഇവിടെ നിന്ന് റൈറ്റാണ് പോകുന്നത്. പേരൊക്കെ കർണാടക ഭാഷയാണ്, ഭാഷ. ആദ്യം മനുഷ്യനെ കാണുന്നില്ല.
അച്ഛന്മാരെ അങ്ങനെ നമ്മൾ മറ്റൊരു ചെറിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളെ മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് ഹൈവേയിൽ നിന്ന് മാറിയിട്ട് വേറൊരു റോഡിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അത് കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കി ഒരു എന്ത് സാധനം മറ്റേ ഇതല്ലേ കറണ്ട് ഉണ്ടാക്കുന്ന എന്തായാലും പറയാം, കാറ്റാടി യന്ത്രം അതല്ലേ. ഇവിടെ കുറേ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പോകുമ്പോൾ കാണാൻ പറ്റുമല്ലോ. നമുക്ക് വള്ളികളൊക്കെ തൂങ്ങി കിടക്കുന്നത് ആൽമരാണോ അല്ലേ? ഇഷ്ടമല്ല അങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് അല്ലേ. അത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഉഷാർ വഴിയാണ്, നല്ല അടിപൊളി വഴിയാണ്. ഇപ്പോഴാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പിൽ വലിയ മലകളൊക്കെ കാണാം, ചുറ്റും കൃഷിപ്പാടങ്ങളും അങ്ങനെ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് മൊത്തം. ആ മരങ്ങൾ കണ്ടമാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഞാൻ ഇതേവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ ക്യാമറയിൽ അതേപോലെ തന്നെ എടുക്കണം കേട്ടോ. സൂപ്പർ. അതൊക്കെ കുഞ്ഞ ട്രാക്ടറൊക്കെ പോകുന്നു, അടിപൊളി. എന്തായാലും കലക്കിയോ. ഓഹോ അമ്മമാർ വീട്ടിൽ എന്താ ഗുഹ പോലെ ഇല്ലേ, സൂപ്പർ. എല്ലാവരും ഈ വഴിയൊക്കെ ഒന്ന് കയറി നോക്കണം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഡിവൈറ്റ് ചെയ്താൽ മതി. ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഫുൾ റോഡല്ലേ, ഗ്രാമത്തിലേക്ക് ഏതൊരു ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. മനസ്സിൻ്റെ ടെൻഷനൊക്കെ മാറ്റി കണ്ടല്ലോ, അടിപൊളി. അത് വണ്ടി പോയി വരഞ്ഞ് അങ്ങനെ ആയതായിരിക്കില്ലേ ഗുഹ പോലെ. പിന്നെ അല്ലാണ്ട് എങ്ങനെ അങ്ങനെ റൗണ്ടിൽ കിട്ടുക. നല്ല വണ്ടി വരയുന്ന അത് വണ്ടീൻ്റെ മേൽഭാഗം വരയുന്ന പറ്റിയാ ഉണ്ടോ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്, വഴിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇതിലേക്ക് കയറിയത് എന്തായാലും കാര്യമായി. അത് നമുക്ക് ഓരോ പുൽനാമ്പുകളും നമുക്ക് ആദ്യത്തെ അനുഭവമാണല്ലോ, ആദ്യത്തെ കാഴ്ചകളാണ്. നിങ്ങളിതിലൊക്കെ വന്നിട്ടുണ്ടാവായിരിക്കാം, ഇതൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടാകുമായിരിക്കാം. ഞാനിത് ആദ്യമായിട്ടാണ്, ഞാൻ ഉളുക്കം ആദ്യമായിട്ട് കാണുന്നത്. നല്ല അടിപൊളി, എന്ത് ഭംഗിയൊക്കെ കാണും. സൂപ്പർ സൂപ്പർ. കലക്കി ഗൈസ്. റോഡ് കയറിയത് മുതലായി ഗൈസ്. കുറേ ഉണ്ട് ഈ റോഡ് മൊത്തം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് അതിൻ്റെ മണ്ടയിലാളുണ്ട്. ആ നേരത്തെ പോയ ജീപ്പിൻ്റെ ആ മേലെ കണ്ടോ ആൾക്കാരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ തലയിലൊന്നും തട്ടില്ല. അവിടെയൊക്കെ ധൈര്യം. അപ്പോൾ സ്ഥിരാറിയാൻ ചുറ്റും കൃഷിസ്ഥലമാണ്. തെങ്ങും വാഴയും നെല്ലും ഒരുപാട് ഐറ്റംസ്. എപ്പോഴും നോക്കിയാലും കൃഷി ഇതന്നെയാണ് ഇവരുടെ ഐറ്റം. പിന്നെ പശുക്കളും റോഡ് സൈഡിൽ ഇങ്ങനെ അതിനെ മേയ്ക്കുന്ന ആൾക്കാരും ഇങ്ങനെ ഉണ്ടാവും ഇഷ്ടം പോലെ. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളതൊക്കെ മച്ചന്മാരെ അങ്ങനെ നമ്മൾ മൈസൂരിനോട് അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം മൈസൂർ എത്താനായിട്ടുണ്ട്. ഏതോ ഒരു ടൗണിൻ്റെ അടുത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൈസൂർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കൃത്യമായിട്ട് അറിയില്ല. അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. മൈസൂർ തന്നെയാണ് തോന്നുന്നല്ലേ. കുറേ നേരമായിട്ട് ഓടാൻ തുടങ്ങിയിട്ട്. മൈസൂർ തന്നെ. എന്തായാലും നമ്മളിന്നിപ്പോൾ മൈസൂർ വരെ എത്തുന്നുള്ളൂ. മൈസൂർ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ ബാംഗ്ലൂർക്ക് പോകും. ബാംഗ്ലൂരിൽ നിന്നാണ് പിന്നെ ബാംഗ്ലൂർ അവിടെയൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇവിടെ ആന്ധ്രാപ്രദേശിന് കയറും. ആന്ധ്രാപ്രദേശിൽ നിന്ന് ആന്ധ്രാപ്രദേശ് വരെയാണ് നമ്മൾ ഇപ്പോൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. നമുക്ക് ഈ ഹൈവേൻ്റെ സൈഡിൽ ടൗണിൻ്റെ അടുത്തായിട്ട് വരെ ഫുൾ കൃഷി നെല്ലാം തോന്നുന്നു അല്ലേ. ഇവിടെ അടിപൊളി ഒരു ടൗണും കയറിയിട്ടുണ്ട്. ബാംഗ്ലൂർ പോലെയുണ്ട്. ഞാൻ ബാംഗ്ലൂർ പോയിട്ടില്ല ഗൈസ്. അവൾ പോയിട്ടുണ്ട് ബാംഗ്ലൂർ, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ബാംഗ്ലൂർ പോലെ കണ്ടെന്ന് അവൾ പറയുന്നത്.
സ്വപ്നത്തിൽ സ്വപ്നത്തിലെ പോയെന്ന് പറയുന്നത് കേട്ടോ. സ്വപ്നത്തിലുള്ള ബാംഗ്ലൂർ പോയിട്ടില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും ബാംഗ്ലൂർ പോയിട്ടില്ല ഗൈസ്. എന്തായാലും നമ്മൾ പോയി നോക്കുന്നതായിരിക്കും. ബാംഗ്ലൂരിൽ നിന്നുള്ള മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അവർക്ക് അവിടെ നിന്നൊരു സ്റ്റാറ്റസ് ഒക്കെ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തരാവും എന്നറിയില്ല. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ വല്ലാണ്ട് നീണ്ടുപോയോ എന്നൊരു സംശയം. ആദ്യമായിട്ടായതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയാത്തതുകൊണ്ട് വീഡിയോ വല്ലാണ്ട് നീണ്ടുപോയോ എന്നൊരു സംശയം. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള യാത്ര നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.